A rigid tank of 2 meter cube initially contains air at 100 kilopascal at 22 degrees Celsius. The tank is connected to a supply line which contains air at 600 kilopascal and 22 degrees Celsius through a valve. The valve is opened and air is allowed to enter the tank until the pressure in the tank reaches the line pressure at which the valve is closed, and the temperature of the air inside the tank at this instant measures 77 degrees Celsius. Determine A. the mass of air that has entered the tank, and B. the amount of heat transfer. So this second question, കഴിഞ്ഞ ഒരു 4-5 വർഷം മുന്നത്തെ ചോദ്യപേപ്പറുകളൊക്കെ നോക്കിയപ്പോൾ KTUവില് ചോദിച്ചിട്ടുള്ള ഏക ഒരു ചോദ്യമാണ് ഇപ്പൊ നിങ്ങൾ കണ്ട ചോദ്യം. And this was asked in December 2017 question paper. December 2017 KTU question paper. It was in part B, ഒരു essay part ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഒപ്പം ഒരു തെർമോകപ്പിളിന്റെ ഒരു ചോദ്യം കൂടെ അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നു. ഇതിന്റെ പാർട്ട് ബി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് വാസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് വാസ് ദ ഓൺലി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വിച്ച് ഐ ഹാവ് സീൻ ഇൻ KTU. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പല വർഷങ്ങളുടെ ചോദ്യപേപ്പർ സപ്ലിമെന്ററി ഒക്കെ നോക്കിയപ്പോഴും ഞാൻ കണ്ടതാകെ ഈ ഒരു ചോദ്യം മാത്രമാണ്. സോ ആ ഒരു യൂണിവേഴ്സിറ്റി പ്രോബ്ലം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇത് ഡീൽ ചെയ്യുകയും ചെയ്യാം. ഹൗ ടു ഡു ദീസ് പ്രോബ്ലം. അപ്പൊ ഇതുപോലെ സിമിലർ ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്യുക. ഞാൻ കൂടുതൽ പ്രോബ്ലം ഇതിന് ടൈം സ്പെൻഡ് ചെയ്യാത്തത് യൂണിവേഴ്സിറ്റിക്ക് അധികവും ഈ മൊഡ്യൂളിൽ നിന്ന് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻത്തെ പ്രോബ്ലമാണ് സ്ഥിരമായിട്ട് ചോദിക്കാറ്. SFEE ബോയിലറും ടർബൈനും കണ്ടൻസറിന്റെയും അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെയും മിക്സ് ആക്കിയിട്ടോ അങ്ങനത്തെ ചോദ്യങ്ങളാണ് സ്ഥിരം കാണാറുള്ളത്. സോ ഒരു പ്രാവശ്യം ഈ ഒരു അൺസ്റ്റഡിയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബ്ലം 1-2 ചെയ്യാം. പല മോഡലിലും ഇത് ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വയം ഒന്ന് വേറെ ടെക്സ്റ്റ് ബുക്കും പ്രോബ്ലംസ് ഒക്കെ നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ. സോ കമ്മിങ് ടു ദിസ് പ്രോബ്ലം, ദിസ് വാസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ആൻഡ് സി ഇതിൽ തന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് എ റിജിഡ് ടാങ്ക് വിത്ത് വോളിയം 2 meter cube അല്ലെ. സോ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. സോ ഞാനിവിടെ നമുക്ക് തന്ന വാല്യൂസ് എല്ലാം ഞാനിവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സി ഒരു സപ്ലൈ ലൈൻ, ഒരു റിജിഡ് ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 2 meter cube ആണ്. അപ്പൊ ഈ 2 meter cube ഇനീഷ്യലി അതിൽ എയർ കുറച്ചുണ്ടായിരുന്നു. ഇനീഷ്യലി എയർ ഉണ്ടായിരുന്നു. അപ്പൊ എയർ ആണ് നമ്മുടെ മീഡിയം. അപ്പൊ എയർ ആണെന്ന് പറയുമ്പോഴേക്ക് വി ഷുഡ് നോ ദി CP വാല്യൂ ആൻഡ് CV വാല്യൂ. അൺലെസ് വേറെ എന്തെങ്കിലും വാല്യൂ എടുക്കാനാണെങ്കിൽ അത് അവര് ക്വസ്റ്റ്യനിൽ പറയും. പറയാത്ത സ്ഥിതിക്ക് CP വാല്യൂ CV വാല്യൂ ഓഫ് എയർ ഈസ് നോൺ, ഗാമ വാല്യൂ ഓഫ് എയർ ഈസ് ഓൾസോ നോൺ വിച്ച് ഈസ് ഈക്വൽ ടു 1.4 അല്ലെ. CP വാല്യൂ ഓഫ് ഇതെന്താ, CP വാല്യൂ ഓഫ് എയർ 1.005 kilojoule per kilogram Kelvin and CV is it was 0.718 kilojoules per kilogram Kelvin. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തായാലും ഈ ടേംസ് ആവശ്യം വരും. സോ ബി റിയലി കോഷ്യസ് ദാറ്റ് ദിസ് വാസ് എ യൂണിവേഴ്സിറ്റി പ്രോബ്ലം. ഓക്കെ, സോ ഈ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ പ്രഷർ ലൈനിൽ കൂടെ എയർ പോകുന്നുണ്ട്. ഓൾറെഡി ഈ റിജിഡ് ടാങ്കിൽ എയർ ഉണ്ട്. അറ്റ് ദീസ് കണ്ടീഷൻ ടെമ്പറേച്ചർ വാസ് 22 degrees Celsius, പ്രഷർ വാസ് 100 kilopascal, വോളിയം ഓഫ് ടാങ്ക് വാസ് 2 meter cube. അങ്ങനെ മുകൾ കൂടെ പ്രഷർ ലൈനിൽ എയർ പോകുന്നുണ്ട്. അതിലുള്ള എയറിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ 600 kilopascal, അതിലുള്ള ടെമ്പറേച്ചറും എന്തായിരുന്നു 22 degrees Celsius ആണ്. അപ്പൊ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു വാൽവ് ത്രൂ ആവും. ഓക്കെ, അപ്പൊ വാൽവ് ഓപ്പൺ അപ്പ് ആവും. വാൽവ് ഓപ്പൺ അപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഹൈ പ്രഷർ ഉള്ള എയർ ഈ കണ്ടെയ്നറിലേക്ക് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എ ഫില്ലിംഗ് പ്രോസസ് അല്ലേ. സോ ഇത് പ്രഷർ എന്താവും, ഈ ഇനീഷ്യൽ പ്രഷർ 600 kilopascal ആണ്, ഇവിടുത്തെ 100 kilopascal ഉള്ളൂ. അപ്പൊ ഇത് ഹൈ പ്രഷർ ആയതുകൊണ്ട് തന്നെ വാൽവ് തുറന്നാൽ എയർ ഇതിന്റെ ഉള്ളിലേക്ക് പോകും. എത്ര വരെ പോകുന്നു വെച്ചാൽ എപ്പോഴാണോ ഇതിന്റെ ഉള്ളിലെ പ്രഷർ
ഫൈനലി ലൈൻ പ്രഷറിന്റെ അതേ പ്രഷർ ആവുന്നത്. അതായത് ഇതിൽ 600 ആണ്, ഇതിൽ 100 ആണ്. എപ്പോഴാണോ ഇവിടെ ഇതിന്റെ അതേ പ്രഷർ, അതായത് ഇത് എപ്പോഴാണോ 600 കിലോ പാസ്കൽ ആവുന്നത്, അപ്പൊ വാൽവ് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത്. സോ ഇറ്റ് മീൻസ് അവർ ഫൈനൽ പ്രഷർ ഈസ് 600 കിലോ പാസ്കൽ. അങ്ങനെ ഇതിന്റെ പ്രഷർ ലൈൻ പ്രഷറുമായി ബന്ധപ്പെട്ട് സെയിം ആയി കഴിഞ്ഞാൽ വാൽവ് ക്ലോസ് ആവും. അങ്ങനെ വാൽവ് ക്ലോസ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൽ ആദ്യത്തെ ഇനീഷ്യലി ഉള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 22 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഏതില്? ഈ കണ്ടെയ്നറിൽ, ഈ ടാങ്കില്. അത് ഇത്രയും പ്രഷർ ആഡ് ചെയ്ത് കഴിഞ്ഞ് അടച്ചപ്പോൾ പതിയെ ടെമ്പറേച്ചർ എന്തായി മാറി? 77 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ടെമ്പറേച്ചർ മാറി. അങ്ങനെയാണ് മാറിയതെങ്കിൽ, അങ്ങനെയാണ് പ്രോസസ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ ഫില്ലിംഗ് പ്രോസസ് അല്ലെ? എങ്ങനെയാണ് പ്രോസസ് എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിനെ പോലെ തന്നെയാണ് അവർ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദി മാസ് ഓഫ് ദി എയർ വിച്ച് ഹാവ് ഗോട്ട് ഇൻസൈഡ് ടു ദി ടാങ്ക്? ആ ടാങ്കിന്റെ ഉള്ളിലേക്ക് കയറിയ എയറിന്റെ മാസ് എത്രയാണ്? രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ, എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ് എന്നതാണ് ചോദ്യം. ഈ രണ്ട് വാല്യൂ കാണാനാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്തത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മാസ് ഓഫ് എയർ എങ്ങനെയാ നമ്മൾ കാണുക? എത്ര എയർ ഉള്ളിലേക്ക് കയറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം പോലെ ഇനീഷ്യൽ മാസ് കാണുക, ഫൈനൽ മാസ് കാണുക, അതിന്റെ ഡിഫറൻസ് ആയിരിക്കും മാസ് ഓഫ് എയർ. ആൻഡ് ഹിയർ ദ സ്പെഷ്യാലിറ്റി ഈസ് ക്യൂ. ഈ ക്യൂ എങ്ങനെ നമ്മൾ കാണും? നിങ്ങൾക്കറിയാം, നമ്മൾ ഇത് ചെയ്തത് ഫില്ലിംഗ് പ്രോസസ്സാണ് അല്ലെ? ഫില്ലിംഗ് പ്രോസസ്സ് ചെയ്തപ്പോൾ നമ്മളൊരു അസംഷൻ എടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്തിരുന്നത്. എന്തായിരുന്നു? there is no heat transfer occurring in the boundary അല്ലെ? അപ്പൊ അൺസ്റ്റഡി ഫ്ലോയുടെ ഇനീഷ്യൽ ടേം ക്യൂ മൈനസ് ഡബ്ല്യു പ്ലസ് സിഗ്മ ഓഫ് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മൾ അതിലെ ഫില്ലിംഗ് പ്രോസസ്സിലെ ഒരു അസംഷൻ ആയിട്ട് നമ്മൾ എടുത്തത് ക്യൂ വാല്യൂയും ഡബ്ല്യു വാല്യൂയും നെഗ്ലിജിബിൾ ആണ്. സോ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി 0. അതുകൊണ്ട് നമ്മൾ ഈ ടേമിനെ ആദ്യമേ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇക്വേഷനിൽ അല്ലെ? പിന്നെ ബാക്കിയുള്ളവർക്ക് നമ്മുടെ അനാലിസിസ് പോലെ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇവർ പറയുന്നത് ഇവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് വിച്ച് ഹാസ് ടു ബി ഫൗണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ആ ഇക്വേഷനിലേക്ക് ക്യൂ എന്നുള്ള സാധനം കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിലെ മൈനസ് ഡബ്ല്യു എന്നുള്ളത്, ഡബ്ല്യു വർക്ക് ഓഫ് ഷാഫ്റ്റ്, അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. സോ ആ ക്യൂ എന്ത് ചെയ്യണം? ഞാൻ ആ ഇക്വേഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ആൻസർ കിട്ടുള്ളൂ. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ പ്രോസസ്, ഐ മീൻ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദി ആൻസേഴ്സ്. അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദീസ് ആർ ദ ഗിവൺ വാല്യൂസ്. ഈ തന്ന വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യമേ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ കണ്ടുവെക്കുക. ഇപ്പോൾ ഇതില് ടെമ്പറേച്ചേഴ്സ് ആർ ഇൻ ഡിഗ്രി സെൽഷ്യസ്, അത് നമുക്ക് സ്റ്റാൻഡേർഡിൽ ആക്കിയിട്ട് കീപ്പ് ചെയ്യാം. സെയിം ടി ഐ ഹാവ് മെൻഷൻ ഹിയർ ആസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി സപ്ലൈ ലൈൻ. ടി ഐ ഇറ്റ് ഈസ് 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അത് കെൽവിനിലേക്ക് ആക്കുമ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273, 83, 93, 295 കെൽവിൻ. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ T1, that is the initial temperature of the tank, that was 22 degree Celsius. So it is again in terms of Kelvin, it is 295. T2, that was the final temperature, right? But the final temperature ആയിരുന്നു, that is 77 degree Celsius. So plus 273 will give you 827, 350 Kelvin. Okay, 350 Kelvin. So these are the temperatures which we have got. അപ്പോൾ ടെമ്പറേച്ചേഴ്സ് എനിക്ക് അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഇവിടുത്തെ എൻതാൽപി വാല്യൂസ് ഒക്കെ കാണാം. ഇപ്പോൾ സപ്ലൈ ലൈനിലെ എൻതാൽപി വാല്യൂ HS ആണ് എനിക്ക് കാണേണ്ടി വരിക അല്ലെ? HS വാല്യൂ ആണ് എനിക്ക് കാണേണ്ടി വരിക. അപ്പൊ സപ്ലൈ ലൈനിലെ ടേംസിനൊക്കെ ഞാൻ I എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് HI, വിച്ച് ഈസ് ഈക്വൽ ടു CP into TI. Clear? Which is CP into TI. Now what is CP value? CP value of air is 1.005 into TI is 295 Kelvin. അപ്പോൾ HI വാല്യൂ എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടുക, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 296.45 എൻതാൽപി ആണ്. സോ ദ യൂണിറ്റ് ഈസ് കിലോ ജൂൾ പെർ കിലോഗ്രാം. എൻതാൽപി ഓഫ് ദി സപ്ലൈ ലൈൻ HI എനിക്ക് കിട്ടി. നൗ ഇവിടെ ഇന്റേണലി ഈ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയാണ് എനിക്ക് കിട്ടേണ്ടത്. സോ ഇനീഷ്യൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ U1, that is equal to CV into T1. CV of air is 0.718.
ചില ടെക്സ്റ്റിലൊക്കെ 0.7 മാത്രം എടുക്കും, ചില ടെക്സ്റ്റിൽ 0.72 എടുക്കും, ചിലതിൽ 0.718 എടുക്കും. അപ്പൊ അതിനനുസരിച്ച് ചെറിയ ഡെസിമലിന്റെ ആൻസേഴ്സിലൊക്കെ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് റേഞ്ച് ഇപ്പൊ ഇവിടെ 296.45, ചിലർ 1 മാത്രം എടുത്തു കഴിഞ്ഞാൽ ദർ സ്ലൈറ്റ് വേരിയേഷൻ മൈറ്റ് ബി ദർ, 296.2 എന്നായിരിക്കാം കിട്ടുന്നത്. സോ ദ സ്ലൈറ്റ് വേരിയേഷൻസ് വിൽ ബി ദർ. സോ ദാറ്റ് ദോസ് വേരിയേഷൻസ് ക്യാൻ ബി അവോയ്ഡഡ്. ഇപ്പോൾ 0.718 into T1, what is T1? That is 295. 295. So if you are multiplying these two values, you get it around 211.81 kilojoule per kilogram. So ഈ വാല്യൂസ് ഒക്കെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ വാല്യൂസ് ആണ്. സോ യു ഗൈസ് ഓൾസോ ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് യുവർ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ബട്ട് സ്റ്റിൽ ആ കാൽക്കുലേറ്റർ നിങ്ങൾ യൂസ് ചെയ്ത് പരിചയിക്കണം. സോ ദാറ്റ് എക്സാം എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലോ കിട്ടണമെങ്കിൽ അത് യൂസ് ചെയ്ത് പരിചയം വേണം. ക്ലിയർ? നൗ ഐ ഹാവ് ഗോട്ട് ദി ഇനീഷ്യൽ internal energy. Now the final internal energy, that is U2. Final internal energy, that is U2. That is also CVT. So ഞാൻ ഈ വാല്യൂസ് ഇവിടെ മായ്ക്കുന്നുണ്ട്. I am going to find U2, that is CV into T2. CV is 0.718 into T2. Final temperature എന്ന് പറഞ്ഞാൽ it is 350 Kelvin. 350 Kelvin. So 0.718 into 350, if you are doing, we will get it as 251.3 kilojoules per kilogram. അപ്പൊ എന്തിനാണ് ഞാൻ ഈ എച്ചും യുവും ഒക്കെ കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഇക്വേഷനിൽ ഇതിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, മെയിൻ ഇക്വേഷനിൽ ഇതിന്റെ ആവശ്യമുണ്ട്. സോ they have asked us to find mass and heat transfer, അല്ലെ? സോ I will take down the equation. അപ്പൊ നമ്മുടെ സ്റ്റഡി എനർജി അൺസ്റ്റഡി ഫ്ലോയുടെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ്, ഞാൻ ആദ്യം MF minus MI UI is equal to MF minus MI into H എന്ന് പറഞ്ഞ ടേം ആയിരുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ വാല്യൂം കൂടെ ആഡ് ചെയ്യുന്നു. മറ്റേ ടേമിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ അക്കോർഡിംഗ്ലി ഇഫ് യു ആർ ഡൂയിങ്, യു ക്യാൻ സി ദിസ് വിൽ ബിക്കം MIHI, അതായത് സപ്ലൈ ലൈനിലുള്ള എനർജി MIHI. ഓക്കെ, പ്ലസ് if I am bringing it here, it will become M2U2 minus M1U1. Clear? MIHI plus M2U2 minus MI. Okay, അതായത് ഇത് ഇവിടെ ആയിരുന്നെങ്കിൽ it will become initial minus final എന്നുള്ള അർത്ഥത്തിൽ MFUF minus MIUI ആണ് ഈ പറയുന്ന സാധനം. ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു വരും. ഓക്കെ, now we need to find MI, അല്ലേ? MI വാല്യൂ എനിക്ക് അറിയില്ല. MI എന്നല്ല, M1 M2 വാല്യൂസ് ഒന്നും എനിക്ക് അറിയില്ല. MI കാണും വേണം. MI കാണാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷനിൽ എനിക്ക് അറിയാത്ത ഒരുപാട് വാല്യൂ ഉണ്ട്. സോ ഫസ്റ്റ് ഐ വിൽ ഫൈൻഡ് M1. M1 എങ്ങനെ കാണാം? നമ്മൾ നേരത്തെ പറഞ്ഞു P1 V1 by R into T1. സോ വാട്ട് ഈസ് P1? ഇനീഷ്യൽ പ്രഷർ എത്രയായിരുന്നു? ഇനീഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ടാങ്കിൽ 100 കിലോ പാസ്കൽ ആയിരുന്നു. സോ 100 into volume. Volume was 2 meter cube divided by R of air, that is 0.287 into initial temperature 22 degree Celsius ആയിരുന്നു. That has become 290, അതായത് 295 Kelvin എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? I am erasing these values. Hope you have taken down this. അപ്പൊ എനിക്ക് M1 ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I will get the value of M1 as 2.362 kilograms. Similarly, M2 കാണാം. M2 is equal to P2 V2. ഇപ്പൊ V2 V1 എന്നൊക്കെ പറഞ്ഞാൽ ഒരേ വാല്യൂ തന്നെ, ദാറ്റ് ഈസ് വോളിയം ഇറ്റ്സെൽഫ്. അതിൽ വേറെ ചേഞ്ച് ഒന്നുമില്ല. ഞാൻ ഇക്വേഷൻ ആ ഫ്ലോയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സോ ഫൈനലി പ്രഷർ എത്രയാവും? സപ്ലൈ ലൈനിന്റെ അതേ പ്രഷർ വരണം, ദാറ്റ് ഈസ് 600, I think, അല്ലെ? 600 കിലോ പാസ്കൽ ഇൻറ്റു വോളിയം ഈസ് 2 ഇറ്റ്സെൽഫ് ഡിവൈഡഡ് ബൈ 0.287 into final temperature, that is 350 Kelvin. So ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, see after calculation the mass you get is 11.946 kilogram approximately. So ഇത് ഇനീഷ്യലി അതിലുള്ള മാസ് ആണ്. പിന്നെ എയർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ മാസ് ആണ് 11.96. അപ്പൊ അവർ ചോദിക്കുന്നത് എത്ര മാസ് ഉള്ളിലേക്ക് കയറി എന്നാണ്. സോ ദാറ്റ് ഈസ് M2 മൈനസ് M1. That is equal to 11.946 minus 2.362. The mass. ഈ ചേഞ്ച് ഇൻ മാസ് ആണ് M in.
അതായത് ഇത്രയും എയർ ആണ് ഉള്ളിലേക്ക് ഫ്ലോ ചെയ്തത് എന്ന മീനിങ്ങിൽ 11.946 minus 2.362, that is around approximately 9.584 kilogram. അപ്രോക്സിമേറ്റ്ലി, അതായത് 9.5 ഉള്ളത് ചിലപ്പോൾ 9.3 9.6 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ വാല്യൂ കിട്ടിയേക്കാം. അത് ചെറിയൊരു വേരിയേഷൻസ് ചിലപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. സോ ദിസ് ഈസ് ദ കേസ് ഫോർ MI. സോ MI എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ മാസ്. അപ്പൊ ഈ MI എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി മാസ്. നമ്മൾ പറയില്ലേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, ദ മാസ് വിച്ച് ഈസ് ഡ്രെയിൻഡ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? So this is the difference between the mass is the mass which is added. Finally ഉള്ള മാസ് നിന്ന് ഇനീഷ്യലി ഉള്ള മാസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസ് ആഡ് ചെയ്തു എന്ന ആൻസർ നമുക്ക് കിട്ടും. Now once I know this value, എത്ര മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ now what can I do? It's very easy for me. I can use in this equation, അല്ലേ? I can use in this equation. So I am erasing it off. See, ഇവിടുത്തെ ഇക്വേഷനിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം which I have got wrong is that, see, it is Q plus MIHI is equal to M2U2 minus M1U1. ഇങ്ങനെയാണ് ടേം വരിക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ടേമിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ what happens? This plus MIHI will become മൈനസ് MIHI. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഇതാണ് എന്റെ റിയൽ ഇക്വേഷൻ. ഞാൻ ഇതിനെ Q is equal to എന്ന് മാത്രം എഴുതുമ്പോൾ ദിസ് വിൽ ബിക്കം മൈനസ് ഓഫ് MIHI പ്ലസ് M2U2 മൈനസ് M1U1. ക്ലിയർ ആണല്ലോ? ഞാൻ നേരത്തെ മൈനസ് സൈൻ ഇട്ടിട്ടില്ലായിരുന്നു, ഞാൻ നേരെ ഇക്വേഷൻ എഴുതിയത്. ദാറ്റ് വാസ് എ സ്ലൈറ്റ് എറർ. സ്ലൈറ്റ് എറർ ഇൻ ദ സെൻസ് വാല്യൂ സ്ലൈറ്റ് അല്ല, ഫൈനലി ആൻസർ ചെയ്യുമ്പോൾ തെറ്റും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദിസ് വിൽ ബിക്കം മൈനസ് MIHI പ്ലസ് M2U2 മൈനസ് M1U1. ക്ലിയർ ആണല്ലോ? ഇനി എല്ലാ വാല്യൂസ് എനിക്കറിയാം, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. Now what is MI? MI is the value which I have now find it out, which I have found just now. That is 9.584 into enthalpy value നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആൻഡ് enthalpy value we have got it as 296.47 into 296.47. This is minus, okay, plus M2 into U2. What is M2? M2 എന്ന് പറഞ്ഞാൽ ഫൈനലി ആ സിസ്റ്റത്തിലുള്ള മാസ്. ദാറ്റ് ഐ ഹാവ് ഗോട്ട് ഇറ്റ് ആസ് 11.946 into ഫൈനലി ഉള്ള ഫൈനലി ഉള്ള എൻ്റെ ഇന്റേണൽ എനർജി. ഫൈനലി ഉള്ള ഇന്റേണൽ എനർജി ദാറ്റ് ഈസ് U2. U2 is equal to 251.3 minus M1U1. What about M1U1? You get 2.362. That is the initial first കണ്ട മാസ് M1 ആണ്. അതേപോലെ U1 നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് 211.81. സോ ഇത്രയും നിങ്ങൾ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് മൈനസ് 339.63 കിലോ ജൂൾസ്. ഓക്കെ, മൈനസ് 399.63 കിലോ ജൂൾസ്. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദിസ് ഈസ് ദ ഹീറ്റ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ്. ഓക്കെ, സോ ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റിന്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ ദ വാല്യൂ ഈസ് 339.63 കിലോ ജൂൾസ്. വാട്ട് ഡസ് ദിസ് മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്? മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ദ ഹീറ്റ് ഈസ് ബീങ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം. അപ്പൊ എന്റെ ടാങ്ക് ഉണ്ടായിരുന്നു, ആ ടാങ്കിലേക്ക് സപ്ലൈ പൈപ്പ് ലൈനിന്നാണ് എയർ പോകുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് എയർ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇത് 77 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? ഹീറ്റ് പുറത്തേക്കാണ് പോകുന്നത്, ഹീറ്റ് ഉള്ളിലേക്കല്ല. ഇറ്റ്സ് എ എക്സോതെർമിക് പ്രോസസ്. ഹീറ്റ് ഈസ് ബീങ് ലിബറേറ്റഡ് ഔട്ട്. ഹീറ്റ് ഉള്ളിലേക്കാണെങ്കിൽ, ഹീറ്റ് നമ്മൾ കൊടുക്കുകയായിരുന്നെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ പോസിറ്റീവ്. പക്ഷെ ഇവിടെ ഹീറ്റ് പുറത്തേക്ക് വരികയാണ്, വിച്ച് മീൻസ് നെഗറ്റീവ് വാല്യൂ. അത് ആ നെഗറ്റീവ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്ന ഹീറ്റ് ഈസ് ബീങ് ലിബറേറ്റഡ് ഫ്രം ദ സിസ്റ്റം. ഇറ്റ്സ് ആൻ എക്സോതെർമിക് പ്രോസസ്. സോ ദ വാല്യൂ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് 339, but the direction of heat transfer is how?
എങ്ങോട്ടാണ് പോകുന്നത്. ഈ മൈനസ് സൈൻ നമുക്ക് മനസ്സിലായത് എന്താ, നമ്മൾ അസ്യൂം ചെയ്തത് ക്യൂവിന്റെ ഉള്ളിലേക്കാണെന്നാണ്. നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയപ്പോൾ ക്യൂ മൈനസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങി, ക്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങി അല്ലെ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തത് ഉള്ളിലേക്ക് എന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ആ അസംഷൻ തെറ്റാണ് എന്നതാണ് അതിന്റെ മൈനസ്, അതിന്റെ എതിരായിട്ടുള്ള സാധനമാണ് കാണേണ്ടത്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് മൂവിങ് ഔട്ട്. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ആൻഡ് ഇറ്റ്സ് എ പ്രിറ്റി നോട്ട് ദാറ്റ് ഡയറക്ട്ലി ഈസി. കുറച്ചു നേരം നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് ചെയ്യണം. ടേംസും കാര്യങ്ങളും കൺഫ്യൂസ്ഡ് ആവും, ഡൗട്ടുകൾ ഉണ്ടാവാം. So it is not that easy, but it's not that really tough also. It's a moderate question. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ it will be comparatively which you will be able to do. So that's all from the problem section part of transient flow in charging as well as discharging. ഇനി ഡിസ്ചാർജിങ്ങിന്റെ പ്രോബ്ലംസും ഇതേപോലെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാം. ഞാൻ യൂണിവേഴ്സിറ്റിക്കാകെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ഇത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തത്. ചില പ്രോബ്ലങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, പ്രോബ്ലംസിന് അവർക്ക് ലെവല് കൂട്ടണമെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പറിലെ ലെവല് കൂട്ടണമെങ്കിൽ അവർക്ക് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ടാങ്കിൽ നിന്ന് എയർ ലീക്ക് ചെയ്യുന്നു. ആ ലീക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടീഷൻ അഡിയാബാറ്റിക് കണ്ടീഷൻ ആണ് എന്ന് പറയാം. അങ്ങനെ പറയുന്നതോടുകൂടി അഡിയാബാറ്റിക് ഇക്വേഷൻസ് ഏതൊക്കെയാണോ എന്നുള്ളത് നമുക്ക് ഓർമ്മ വരണം, അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ആ അഡിയാബാറ്റിക് ഇക്വേഷനിലെ വേറെ എന്തെങ്കിലും പ്രോസസ്സ് കൂടിയാണ് ലീക്കേജ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പൊ ആ പ്രോസസ്സിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓർത്തെടുത്തിട്ട് പല വാല്യൂസും കാണേണ്ടി വരും. സോ അതിന്റെ കോംപ്ലക്സിറ്റി നന്നായിട്ട് കൂട്ടാനും എന്ത് ചെയ്യാം, ഇങ്ങനത്തെ പ്രോബ്ലത്തിന് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിപ്പോൾ ടേം പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ആയിരിക്കുന്നുള്ളൂ, ചില പ്രോബ്ലത്തില് നമുക്ക് ഇത് അൺസ്റ്റഡി ഫ്ലോ ആണോ എന്നറിയാൻ ഈ ഒരു ടേം അവർ ഉപയോഗിക്കും. ലീക്ക്, ടാങ്കിൽ ലീക്കേജ് ഉണ്ട്, ലീക്കേജ് നടന്നപ്പോൾ ഇങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ എപ്പോഴും ലീക്കേജ് ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ്സ് ആൻ അൺസ്റ്റഡി ഫ്ലോ. ഓക്കെ, ഒരു ലീക്കേജ് എന്നുള്ള അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിലെ ടേം ഡയറക്റ്റ് ആയിട്ട് തരൂല. സ്റ്റഡി ഫ്ലോ ആണ് അൺസ്റ്റഡി ഫ്ലോ ആണ് തരലുണ്ടാവില്ല. സ്റ്റഡി ഫ്ലോ ഒക്കെ ആകുമ്പോൾ ടർബൈൻ, കംപ്രസർ എന്ന ടേംസ് ഡയറക്റ്റ് ആയിട്ട് അവർ തരും. അൺസ്റ്റഡിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അതിലൊരു ലീക്കേജ് ഉണ്ട് എന്നുള്ള ടേംസിലൊക്കെ ആയിരിക്കും തരിക. സോ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വി ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫ്രം ദി പ്രോബ്ലം പാർട്ട് ഓഫ് ട്രാൻസിയന്റ് ഫ്ലോ.